നമസ്കാരം. 10th പ്രിലിംസിന് വേണ്ടി നമ്മൾ മാത്സിൻ്റെ PYQ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഇന്ന് നമുക്ക് 10 ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഒരു പ്രത്യേക ഭാഷയിൽ ഫയൽ എന്നത് UROV എന്ന് എഴുതിയിരിക്കുന്നു എങ്കിൽ ആ ഭാഷയിൽ SOUR എന്നത് എങ്ങനെ എഴുതാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഫയലും UROVയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് ആദ്യം നോക്കണം. FILE ഫയൽ, അതിന് നമുക്ക് കിട്ടുന്നത് UROV എന്നാണ്. അതെങ്ങനെയാണ് വരുന്നത്? അതിപ്പം A ആണെങ്കിൽ ഈ ഫയലിൻ്റെ അവിടെ Fന് പകരം A ആയിരുന്നെങ്കിൽ യുടെ അവിടെ Z വരും. ഓക്കെ, അങ്ങനെയാണ് റിവേഴ്സ് ആയിട്ടാണ് ഇവിടെ ആൽഫബറ്റ്സ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പം അങ്ങനെയാണെങ്കിൽ SOUR എങ്ങനെ വരും? ഓട് അവിടെ വരുന്നത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും അല്ലേ, L. ദെൻ ആറിൻ്റെ അവിടെ വരുന്നത് ഏതാണ്? I. അത് രണ്ടും നമുക്ക് ഈ ഒരു ഇതിൽ നിന്ന് തന്നെ കിട്ടും. പിന്നെയുള്ള എസ്സും യുവും. യു എവിടെ നിന്നുണ്ട്? യു ഇവിടെ ഉണ്ട്, അത് F ആണ്. ദെൻ എസ് എന്ന് പറയുന്നത് H വരും. അപ്പം HLFI എന്നതാണ് ഇവിടെ ആൻസർ വരുന്നത്. മനസ്സിലായല്ലോ? ആദ്യം ഇപ്പം A ആണ് എന്നുണ്ടെങ്കിൽ അടുത്തതിൽ വരുന്നത് Z ആയിരിക്കും. അപ്പം B ആണെങ്കിൽ Y ആയിരിക്കും. ആ രീതിയിലാണ് ഇവിടെ ആൽഫബറ്റ്സ് എടുത്തിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഒരു കുടുംബത്തിൽ അജയനും അയാളുടെ ഭാര്യയും 4 ആൺമക്കളും അവരുടെ ഭാര്യമാരുമുണ്ട്. ഓരോ ആൺമക്കൾക്കും 3 വീതം ആൺകുട്ടികളും 2 വീതം പെൺകുട്ടികളും ഉണ്ട് എങ്കിൽ ആ കുടുംബത്തിൽ എത്ര ആണുങ്ങളുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജസ്റ്റ് നമുക്കൊന്ന് എഴുതി വെക്കാം അല്ലേ? ആരൊക്കെയുണ്ട്? ആദ്യം അജയൻ ഒരാൾ, അയാളുടെ ഭാര്യയും 4 ആൺമക്കളും അല്ലേ? അപ്പം അവരുടെ സൺസ് എത്ര പേരുണ്ട്? 4. ദെൻ അവരുടെ ഭാര്യമാരുമുണ്ട്. ഓരോ ആൺമക്കൾക്കും 3 വീതം ആൺകുട്ടി. അപ്പോൾ 4 സണ്ണുണ്ട്, അതിൽ 3 വീതം. അപ്പോൾ എത്രയായി? 12. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എത്ര ആൺകുട്ടികൾ എന്നാണ്. അപ്പോൾ 12, 4, 1 ചേർത്ത് എത്രയാണ്? 17 ആൺകുട്ടികളാണ് ഉള്ളത്. 17. ഓപ്ഷൻ C ആണ് വരുന്നത്. അടുത്ത ചോദ്യം, ഒരു ക്രിക്കറ്റ് കളിയിൽ ആദ്യത്തെ 10 ഓവറിലെ റൺ നിരക്ക് 3.2 ആണ്. ബാക്കിയുള്ള 40 ഓവർ ഏത് റൺ നിരക്കിൽ റൺ എടുത്താലാണ് എതിർ ടീമിനെതിരെ 282 റൺസ് നേടാൻ സാധിക്കുക? സിമ്പിളായിട്ട് മനസ്സിലാവും. എത്രയാണ്? ആദ്യം 10 ഓവറിലെ റൺ നിരക്ക് എത്രയാണ്? 3.2 ആണ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ 10 ഓവറിൽ 3.2 വെച്ച് 32. ബാക്കിയുള്ള 40 ഓവറിൽ എത്ര എടുക്കണം എന്നുള്ള. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ എത്ര വേണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, 282. അപ്പോൾ 282 നിന്ന് 32 കുറയ്ക്കുമ്പോൾ ബാക്കി എത്ര വരും? 250 വരും. ആ 250നെ എത്ര ഓവർ ബാലൻസ് ഉണ്ട്? 40 ഓവറാണ് ബാലൻസ്. അത് വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പം 6.25 റൺ നിരക്ക് എടുത്താലാണ് ജയിക്കാൻ സാധിക്കുക. ഓക്കെ. അടുത്ത ചോദ്യം, ജോസഫ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് 30 km/h വേഗതയിലും തിരിച്ച് 120 km/h വേഗതയിലും സഞ്ചരിച്ചു. ഈ 2 ദൂരങ്ങളും കൂടി സഞ്ചരിക്കാൻ 5 മണിക്കൂർ എടുത്തുവെങ്കിൽ ഒരു വശത്തേക്ക് ജോസഫ് സഞ്ചരിച്ച ദൂരം എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് DST അല്ലേ, അത് വെച്ച്, അതായത് ഡിസ്റ്റൻസ് സ്പീഡ് ടൈം വെച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. എങ്ങനെ ചെയ്യാം? ദൂരം അല്ലേ, ഡിസ്റ്റൻസ് നമ്മൾ D ആയിട്ട് എടുക്കുന്നു. ഇവിടെ നോക്കി, ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ D/30 ആദ്യം നമ്മളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ, DST. ഇത് സ്പീഡ്, ടൈം, ഡിസ്റ്റൻസ്. സ്പീഡും ടൈമും കൂടി മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസിൽ നിന്ന് സ്പീഡ് ഡിവൈഡ് ചെയ്യുമ്പോൾ ടൈം കിട്ടും, ഡിസ്റ്റൻസിൽ നിന്ന് ടൈം ഡിവൈഡ് ചെയ്യുമ്പോൾ സ്പീഡ് കിട്ടും. അറിയാലോ അത്. ഇനി നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഒന്നാമത്തേത് 30 km/h രണ്ടാമത്തേത് 120 km/h. അപ്പോൾ D/30 + D/120 ചെയ്യുമ്പോൾ നമുക്ക് 5 എന്ന് കിട്ടും. 5 എന്താണ്? ടൈമാണ് അല്ലേ, ടോട്ടൽ മണിക്കൂറാണ്. അപ്പം അങ്ങനെ ആ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് നോക്കാം. D/30 + D/120 = എത്രയാണ്? 5 ആണ്. ഇനി നമ്മളിവിടെ ഡിനോമിനേഷൻ 120 ആക്കാൻ വേണ്ടി ലെഫ്റ്റ് സൈഡിൽ നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? അപ്പോൾ നമുക്ക് 4D + D ഓൾ ഡിവൈഡഡ് ബൈ, രണ്ടും 120 ആയല്ലോ. അപ്പോൾ നമുക്ക് ഓൾ ഡിവൈഡ് ചെയ്യാം. 120 = 5 എന്ന് വന്നു. ഇനി നമുക്ക് 5D/120 120 = 5 ആണ്. എങ്കിൽ D കണ്ടുപിടിക്കാമല്ലോ. D കാണാൻ എന്ത് ചെയ്യണം?
ഡി ഈക്വൽ 5 ഇൻറ്റു 120 ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ മതി. 5ഉം 5ഉം ക്യാൻസൽ ആകുമ്പോൾ ആൻസർ എത്ര വരും? 120 എന്നാണ് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. 2850 രൂപയ്ക്ക് ഒരു സൈക്കിൾ വിറ്റപ്പോൾ 14% ലാഭം കിട്ടി. ലാഭശതമാനം 8% മാത്രമേ വേണ്ടതെങ്കിൽ എത്ര രൂപയ്ക്ക് സൈക്കിൾ വിൽക്കണം എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്കറിയാം ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 14% ലാഭം കിട്ടി. അപ്പോൾ സിമ്പിളായിട്ട് എന്ത് ചെയ്താൽ മതി? 114 എന്ന് പറയുന്നതാണ് ഇത് ഈ 2850 അല്ലേ. ലാഭം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും 100ൻ്റെ കൂടെ ആഡ് ചെയ്യും. നഷ്ടമാണെങ്കിൽ 100ൽ നിന്ന് മൈനസ് ചെയ്യും. ഇനിയും പറഞ്ഞത് ലാഭശതമാനം 8% മാത്രമേ, അപ്പോൾ എത്രയായി? 108 ആണെങ്കിൽ എത്ര രൂപയ്ക്ക് സൈക്കിൾ വിൽക്കണം? അവിടെ നമ്മൾക്ക് എക്സ് കൊടുക്കാം. എന്നിട്ട് ഇത് എന്ത് ചെയ്താൽ മതി? ക്രോസ് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. ഈ 2850 ഇൻറ്റു 108 ഡിവൈഡഡ് ബൈ 114 അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2700, ഓപ്ഷൻ ബി 2700 കിട്ടും. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. 3 വയസ്സിൻ്റെ വ്യത്യാസത്തിൽ ജനിച്ച 5 കുട്ടികളുടെ വയസ്സുകളുടെ തുക 50 ആണെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയുടെ വയസ്സ് എത്രയായിരിക്കും? അപ്പോൾ ഇതിൽ നമുക്ക് എക്സ് വെച്ച് ഇത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. എക്സ് വെച്ച് എങ്ങനെ ചെയ്യാം? അല്ലെങ്കിൽ നമ്മൾ ഓപ്ഷൻസിൽ നിന്ന് നോക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആദ്യം നമ്മൾ എന്താ എക്സ് വെച്ച് ചെയ്യണം അല്ലേ. അപ്പോൾ ആദ്യത്തെ കുട്ടിയുടെ വയസ്സ് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നു. പിന്നെയുള്ളത് എക്സ് പ്ലസ് 3, എക്സ്, അത് കഴിഞ്ഞ് എക്സ് പ്ലസ് 3, ദെൻ എക്സ് പ്ലസ് 6, എക്സ് പ്ലസ് 9, എക്സ് പ്ലസ് 12 അല്ലേ. അങ്ങനെ 5 കുട്ടികളുടെ ടോട്ടൽ എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്ന വയസ്സുകളുടെ തുക 50 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5x പ്ലസ് ഈ 12ഉം 9ഉം 6ഉം 3ഉം കൂടി കൂട്ടുമ്പോൾ നമുക്ക് 30 കിട്ടും. 30 ഈക്വൽ 50. 5x പ്ലസ് 30 50 ആണ്. 5x എത്രയാ? 5x ഈക്വൽ 50 മൈനസ് 30, അതായത് 20 എന്ന് കിട്ടും. ഇനി 5x കാണാമല്ലോ. 5x 20 ആണെങ്കിൽ എക്സ് എത്രയാ? എക്സ് ഈക്വൽ 20 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ 4 ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം 97ാമത്തെ ചോദ്യം നോക്കി. 853 ഇൻറ്റു 1346 ഇൻറ്റു 452 ഇൻറ്റു 226 എന്ന ഗുണനഫലത്തിൽ ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ ഏതാണ്? ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ കണ്ടെത്താൻ നമ്മൾ അവസാനമുള്ള അക്കങ്ങൾ മാത്രം എന്ത് ചെയ്യുക? ഗുണിക്കുക. നോക്കിയേ, 3 6 2 6 അത് നമ്മൾ ആദ്യം 3 ഇൻറ്റു 6 എത്രയാ? 18 കിട്ടും അല്ലേ. അപ്പോൾ 8 വരും. 8 ഇൻറ്റു 2 ചെയ്യുമ്പോൾ 16, ദെൻ 60 ഇൻറ്റു 6 ഇൻറ്റു 6 ചെയ്യുമ്പോൾ 36. അപ്പോൾ അവസാന അക്കം എത്രയാണ് വരുന്നത്? 6 ആണ് വരുന്നത്. അടുത്ത ചോദ്യം. തന്നിരിക്കുന്ന ജോഡികളിൽ ഒരു ജോഡി മാത്രം മറ്റു 3 ജോഡികളിൽ നിന്നും വ്യത്യസ്തമാണ്. ആ ജോഡി ഏതാണ്? നോക്കിയത് 1 7 അത് തന്നെ തിരിച്ചെഴുതുന്നു. 7 1, 2 3 തിരിച്ചെഴുതുമ്പോൾ 3 2. ഇനി ഓപ്ഷൻ സി നോക്കി. 1 9 തിരിച്ചെഴുതിയപ്പോൾ വേറെ കിട്ടിയ. ഇനി ഓപ്ഷൻ ഡിയും കൂടി നമുക്കൊന്ന് പരിശോധിക്കണം. 4 6 തിരിച്ചെഴുതിയപ്പോൾ 6 4. അപ്പോൾ ഏതാണ് വ്യത്യാസമായിട്ടുള്ളത്? ഓപ്ഷൻ സി ആണ്. 99ാമത്തെ ചോദ്യം. മോഹൻ്റെ ഒരു മാസത്തെ വരുമാനം 50,000 രൂപയാണ്. വരുമാനത്തിൻ്റെ 15% മക്കളുടെ പഠനത്തിനും 28% വീട്ടു ചെലവിനും 10% വാടകയ്ക്കും ഉപയോഗിക്കുന്നുവെങ്കിൽ മാസാവസാനം മോഹൻ്റെ സമ്പാദ്യം എത്രയാണ്? എങ്ങനെ കണ്ടുപിടിക്കാം? ഇതെല്ലാം ചെലവുകളാണല്ലേ. ആ ചെലവുകളും എല്ലാം കൂടി നമുക്കൊന്ന് ആഡ് ചെയ്യാം. 15ഉം 28ഉം 10ഉം. അപ്പോൾ ടോട്ടൽ എത്ര ചിലവാണ് ഉണ്ടായിട്ടുള്ളത്? 53 അല്ലേ. 53% ചിലവാണുള്ളത്. അപ്പോൾ 100 ൽ നിന്ന് 53% കുറച്ചാൽ ബാക്കി എത്രയുണ്ട്? 47%. ആ 47%മാണ് സമ്പാദ്യം അല്ലേ. അപ്പോൾ 50,000ൻ്റെ 47% കണ്ടാൽ മതി. 50,000 അല്ലേ ഇൻകം. അപ്പോൾ 50,000ൻ്റെ 47% എത്രയാ? 23,500. അതാണ് മോഹൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ലാസ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ 20 ഡേയ്സ് ചലഞ്ച് ചെയ്തിട്ട് ഫസ്റ്റ് ഡേ മുതൽ എല്ലാവരും കാണും കേട്ടോ. MCQ ക്വസ്റ്റ്യൻസ് ആണ്. ഒരു തവണയെങ്കിലും കണ്ടു നോക്കുക. എന്തായാലും തീർച്ചയായും നിങ്ങൾക്ക് എന്ത് ചെയ്യും? പരീക്ഷയ്ക്ക് യൂസ്ഫുള്ളായിരിക്കും. ലാസ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. 5 - 1/4
പ്ലസ് 2 1/2 പ്ലസ് 2 1/4 ഇതെത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക്? ഈ 2 1/2ഉം 2 1/4ഉം മിക്സഡ് ഫ്രാക്ഷൻ നമുക്ക് സിമ്പിൾ ഫ്രാക്ഷനിലേക്ക് എഴുതാം. എങ്ങനെ? 2 × 2 + 1 അല്ലേ? അപ്പോൾ നമുക്കവിടെ 5/2 എന്ന് വരും. ദെൻ 2 1/4 എങ്ങനെ വരും? 2 × 4 + 1 9/4 എന്ന് വരും. പിന്നെ ഈ 1/4 നമ്മൾ അങ്ങനെ തന്നെ എടുത്ത് എഴുതുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഓക്കെ, ഇത്രയും വരെ കിട്ടിയല്ലോ. ഇനി നമ്മൾ ഇതിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടിയിട്ട് നടുവിലുള്ള 2നെ നമ്മൾ 2 കൊണ്ട് ഇൻറ്റു ചെയ്യും. അപ്പോൾ 2 × 2 4 ആവും അവിടെ. അപ്പോൾ 1/4 1 പ്ലസ് മുകളിലും 2 കൊണ്ട് ഇൻറ്റു ചെയ്യണമല്ലോ. അപ്പോൾ 5 × 2 എത്രയാണ്? 10 പ്ലസ് 9 ഡിനോമിനേഷൻ ഇപ്പോൾ 4 ആയതുകൊണ്ട് /4 5 മൈനസ് ഇങ്ങനെ കിട്ടി. ഓക്കെ, ഇനി 5 മൈനസ് ടോട്ടൽ എത്രയാണ്? 20/4 എന്ന് വരും. ഇനി 20/4 എന്ന് പറയുമ്പോൾ അത് കട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം 5 ആണ്. ഇപ്പോൾ 5 മൈനസ് 5 ആൻസർ എത്രയാണ്? 0 ആണ് വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ 10 ക്വസ്റ്റ്യനും ഈ ഒരു 10th പ്രിലിംസിലെ 20 ക്വസ്റ്റ്യൻ നമ്മൾ 2 ഭാഗങ്ങളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.